ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മേക്കിംഗ് വീഡിയോസ് ഒന്നുമല്ല, ഞങ്ങളൊരു അമ്പലത്തിൽ പോയതാണ്. പത്തനംതിട്ട ജില്ലയിലെ ഉളനാട് ശ്രീകൃഷ്ണ ക്ഷേത്രം, അവിടെ പോയതാണ്. ഞങ്ങൾ രാവിലെ 4 മണിക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു, അത് കാരണം വീഡിയോസൊന്നും അധികം എടുത്തില്ല. പിന്നെ പോകുന്ന വഴിയിൽ കോട്ടയം ഭാഗത്തൊക്കെ നിറയെ പള്ളികളുണ്ട്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്തത് മാത്രം. പോകുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ മഴ കിട്ടിയില്ല കേട്ടോ. രാവിലെ ഇറങ്ങിയ സമയത്ത് മാത്രമേ മഴയുണ്ടായിരുന്നുള്ളൂ. പോകുന്ന വഴിയിലൊന്നും അങ്ങനെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, യാത്രയൊക്കെ സുഖമായിരുന്നു. ഞങ്ങൾ പത്തനംതിട്ട ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ അവർ പറഞ്ഞിരുന്നു ഈ അമ്പലത്തെ പറ്റി, പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു വീടാണ്. ഞങ്ങൾ പുറത്തുനിന്ന് കാറിലിരുന്നെടുത്തൊരു ഇതാണ്, കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ പോകുന്നത്. ഉളനാട് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. അവിടെ ഉണ്ണിക്കണ്ണനാണ്, 13 വയസ്സിന് താഴെയുള്ള കൃഷ്ണൻ്റെ പ്രതിഷ്ഠയാണെന്നാണ് അവർ പറഞ്ഞത്. നമ്മളോട് ഭയങ്കര വിശ്വാസമാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞു. അവിടുത്തെ പ്രധാന വഴിപാട് ഉറി വഴിപാടാണ്. അപ്പോൾ കഴിഞ്ഞ വട്ടം ഞങ്ങളോട് അവിടുത്തെ സ്റ്റാഫ് പറയുമെന്ന് കൊണ്ടുപോയി കുട്ടികളെ കൊണ്ടുപോയി തൊഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് പോകാൻ പറ്റിയത്. 3-4 പ്രാവശ്യം പോയിട്ടും അവിടെ നമുക്ക് പോകാൻ പറ്റിയിരുന്നില്ല. അവിടെ അടുത്താണ്, ഹോസ്പിറ്റലിന് അടുത്താണ്. ഇത് നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് കുളനടയിൽ നിന്ന് തുമ്പമൺതാഴം പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് സ്പോട്ട് എനിക്ക് അങ്ങനെ അറിയില്ല. ഞങ്ങളവിടെ ഒരു 8:30 കൂടി ചെന്നിരുന്നു. ഞങ്ങളവിടെ പ്രധാന വഴിപാട് പറഞ്ഞത് ഉറി വഴിപാട്. അപ്പോൾ അത് കഴിക്കാനായിട്ടാണ് മോൻ്റെ പേരിൽ അത് കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങളവിടെ പോയത്. അതാണ് പുറത്തെ വ്യൂ. നല്ല രസമുണ്ട് കേട്ടോ, ചെടികളും എനിക്കായിട്ട് നല്ലൊരു അന്തരീക്ഷം. ഞങ്ങളങ്ങനെ അവിടെ ചെന്ന് 2 സൈഡിലും താമരയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കാണാനൊക്കെ നല്ല രസമുണ്ട്, മുട്ടൊട്ടൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ വഴിപാട് മാത്രമേ ഞങ്ങൾ കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൂ. അത് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടതാണ് കേട്ടോ. അവിടുത്തെ തൃക്കൈവണ്ണയല്ല, ഉറി വഴിപാട് ഭയങ്കര പ്രശസ്തമാണെന്ന്. അപ്പം അത് കഴിക്കാനായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അത് മുഴുവൻ അവിടെ ഇങ്ങനെ വഴിപാട് കഴിച്ച ഉറികൾ കെട്ടിയിട്ടിരിക്കുന്നതാണ്. ഓരോരുത്തരും വഴിപാട് കഴിച്ച ഉറി കെട്ടിയിട്ടിരിക്കുന്നത് ചുറ്റും, അമ്പലത്തിന് ചുറ്റും അങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അവർ നിറയെ വഴിപാട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് വഴിപാട് കഴിക്കുന്ന ഒരു ക്ഷേത്രമാണ്. നമ്മളവിടെ ചോദിച്ചപ്പോൾ അവർ എല്ലാ മാസവും രേവതി നാളിന് അവിടെ എന്തോ പ്രത്യേക പൂജയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് അറിയില്ല. ഇനി വരുമ്പോൾ അത് കഴിക്കാനായിട്ടൊക്കെ വരാനായിട്ട് അവർ പറഞ്ഞിരുന്നു. അത് കുട്ടികൾക്കൊക്കെ നല്ലതാണ് ആ വഴിപാടെന്നാണ് പറഞ്ഞത്. നമുക്കത് കൂടുതൽ വിവരങ്ങളില്ല, നമ്മൾ തൃശ്ശൂരാണല്ലോ, നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അവരതെല്ലാം നമുക്ക് അവിടെ ഒരുക്കി വെച്ചതാണ്. നമ്മൾ ചീട്ടാക്കി കഴിഞ്ഞിട്ട് അകത്ത് പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാൻ പറയും. പ്രസാദമൊന്നും വാങ്ങിക്കരുത്. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് വന്നതിന് ശേഷം നമുക്കവർ വെണ്ണയും എല്ലാം അവിടെ ഉറിയൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തത് കെട്ടി തരും അവർ. എന്നിട്ട് നമ്മളവിടെ അങ്ങനെ നിന്ന് ഭഗവാന്റെ നേരെ നിന്ന് മോൻ അവിലുകൊണ്ടാണ് കേട്ടോ കഴിച്ചത്, മോൾക്ക് വെണ്ണ കൊണ്ടും. എന്നിട്ട് നമ്മൾ തന്നെയാണ് ആ വെണ്ണ ഉറിയിലേക്ക് ആക്കേണ്ടത്. കുട്ടിയെ കൊണ്ട് ചെയ്യിച്ചു, 2 പേരും ചെയ്തു. അത് നിറച്ച് കഴിയുമ്പോൾ അവർ ഉള്ളിലേക്ക് കൊണ്ടുപോയി അത് നേദിച്ചിട്ട് നമുക്ക് അതിൽ നിന്നൊരു ഭാഗം തരും. എന്നിട്ട് നമ്മളത് കൊണ്ടുവന്ന് കുട്ടിക്ക് കൊടുക്കുക. അങ്ങനെയാണ് പറഞ്ഞത് അവർ. നമ്മുടെ എന്താഗ്രഹങ്ങളും വേണ്ടി നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് സാധിച്ചു തരും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ വഴിപാട് അവിടെ കഴിച്ചു. അതിൻ്റെ പ്രസാദമൊക്കെ അവർ എന്നിട്ട് നമുക്ക് തന്നിരുന്നു. പിന്നെ നമ്മളെ മോളെ അവിടെ അടിമ കെടുത്തി. അതവിടെ ചെന്നതിന് ശേഷമാണ് അടിമ കെടുത്തൽ കണ്ടത്. അപ്പോൾ അടിമ കെടുത്തി, പിന്നെ ഓടക്കുഴൽ എടുത്ത് വെച്ചു. അങ്ങനെ കുറച്ച് വഴിപാടുകൾ കഴിച്ചു. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. ഉള്ളിൽ നമുക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല, അപ്പോൾ അതൊന്നും എടുത്തില്ല. അങ്ങനെ ഇതത് കഴിഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറയാം. അപ്പോൾ നമ്മളവിടെ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് അവർ നമ്മുടെ ആ വെണ്ണ കൊണ്ടുപോയി നേദിച്ച് നമുക്കതിൻ്റെ പ്രസാദം തന്നു. ഞങ്ങളതൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടിമ കെടുത്തലും ഓടക്കുഴലൊക്കെ എടുത്ത് വെച്ചത്. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. അതിനെ ചുറ്റും ഞാനത് കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണ് അതിൻ്റെ ബാക്ക് വശത്തൊക്കെയുള്ള ഉറിയുടെയൊക്കെ വീഡിയോ എടുത്തത്. നിറയെ അമ്പലത്തിന് ചുറ്റും അങ്ങനെ ഉറി കെട്ടിയിട്ടൊക്കെയാണ് കേട്ടോ. വേറെ എവിടെയും ഞാനങ്ങനെ കണ്ടിട്ടില്ല ഇതുപോലൊരു ക്ഷേത്രം ഇങ്ങനെ ഉറി വഴിപാട് ഇങ്ങനെ കഴിക്കുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വേറെ എവിടെയെങ്കിലും അമ്പലത്തിൽ ഇതുപോലത്തെ ഉള്ള വഴിപാട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങളവിടെ ചുറ്റുമൊക്കെ ഒന്ന് തൊഴുത് പിന്നെ അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റാവുന്നതൊക്കെ നമ്മളെടുത്തു. അല്ലാതെ ഉള്ളിലെ കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, അപ്പോൾ ഞങ്ങളതൊന്നും എടുത്തില്ല. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്ന്, അമ്പലത്തിൽ നിന്ന് നമ്മൾ തൊഴുതിറങ്ങിയാൽ കുറച്ച് നേരം അവിടെ ഇരിക്കണം എന്നാണ് പറയുക. അപ്പോൾ അവിടെ അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം അമ്പലത്തിൻ്റെ മതിലുമേ ചിത്രങ്ങളുണ്ടായിരുന്നു ഭഗവാന്റെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ വീഡിയോ എടുത്തു. അത് കണ്ടപ്പോൾ അവിടെ ഇരുന്നപ്പോഴാണ് ഞങ്ങളത് ശ്രദ്ധിച്ചത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്തു. ഉണ്ണിക്കണ്ണനാണ് അവിടെ പ്രതിഷ്ഠ, അതുകൊണ്ട് തന്നെ കുട്ടികൾക്കാണ് പ്രാധാന്യം എന്നാണ് അവർ പറയുന്നത്, കുട്ടികൾക്ക് വേണ്ടിയിട്ട്.
ഒരുപാട് വഴിപാടുകളുണ്ട്. ഓടക്കുഴൽ, മഞ്ചാടി, അങ്ങനെ മഞ്ചാടി എടുത്ത് വയ്ക്കില്ല, തുളസിമാല. ഞങ്ങൾ തുളസിമാല കഴിച്ചിരുന്നു. പിന്നെ ഓടക്കുഴൽ വഴിപാട് വെച്ചപ്പോൾ ഓടക്കുഴലിൻ്റെ ഒപ്പം തന്നെ മഞ്ചാടിയും നമുക്ക് വഴിപാടായിട്ട് കൊടുക്കാനായിട്ടുള്ളതുണ്ടായിരുന്നു. അങ്ങനെ വഴിപാടുകളെല്ലാം കഴിഞ്ഞ് പാൽപ്പായസമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. അതിൻ്റെ 2 സൈഡിൽ ഇങ്ങനെ താമര വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് നല്ല രസമുണ്ട്. നിറയെ എല്ലാത്തുമ്മയും മുട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. പിന്നെ അവിടുത്തെ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത മേക്കിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.